Hello everyone, here is the most awaited announcement. Okay, പല കുട്ടികളും പല പാരന്റ്സും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എക്സാം വൈയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർഡ് ആയിട്ടുള്ള NMMS കോഴ്സ് അത് ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് എപ്പോൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ പല ആളുകളും ചോദിക്കുന്നതാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, NMMS 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി എക്സാം വൈയുടെ കംപ്ലീറ്റ്ലി സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്. ഓക്കെ, എക്സാം വൈയുടെ കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓൾറെഡി ഫൗണ്ടേഷൻ ഒക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ അറിയാം അല്ലേ. ജസ്റ്റ് ക്ലാസ് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രൂപത്തിൽ കുറച്ച് ലൈവ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളോ കൊടുത്ത് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കോഴ്സ് അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് സ്ട്രക്ചർഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി അതിൻ്റെ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, ലൈവ് ഡിസ്കഷൻസ്, അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാം അടങ്ങുന്ന കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും എക്സാം വൈയുടെ കോഴ്സ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് പാക്കേജ് നമ്മളിതാ NMMSന് വേണ്ടി നമ്മൾ കൊണ്ടുവരികയാണ്. ഈ ഒരു ഇയർ NMMS എഴുതുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു യഥാർത്ഥ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ചോദിക്കുക, NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാനായോ? തുടങ്ങാനല്ല, അത് തുടങ്ങാനുള്ള സമയമൊക്കെ വൈകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബാക്കി കുട്ടികളൊന്നും തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങണോ എന്ന് ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നിങ്ങൾ വളരെ സീരിയസ് ആയി NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കോഴ്സ്. ഓക്കെ, ഒരു റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഏറ്റവും നിർബന്ധമായിട്ടും ഈ വർഷത്തെ NMMS ഞാൻ നേടിയിരിക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് തീർച്ചയായും അത് തുടക്കം മുതൽ തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് NMMSന്റെ ഈ ഒരു ഇയറിലുള്ള ക്ലാസ്സസ്, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ജൂലൈ ആണ്. ഓക്കെ, ജൂലൈ 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായി ഇന്ന പാർട്ട് വീഡിയോ കാണാനുണ്ടാവും, ഇത്ര മിനിറ്റ്സ് കാണാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമുക്കുണ്ടാവുക. ഓക്കെ, അപ്പോൾ ജൂലൈ 6 നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ജൂലൈ പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് മുമ്പുള്ള ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു തീർക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ എനിവേ നമ്മൾ ജൂലൈ 6 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൃത്യമായി നേരത്തെ തന്നെ അതിനുവേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് എടുക്കണ്ട. ഓരോ ദിവസവും വളരെ ചുരുങ്ങിയ ഭാഗം മാത്രം കണ്ട് പോയാൽ തന്നെ, അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രൂപത്തിൽ നമ്മുടെ പ്രിപ്പറേഷന് അത് ഗുണകരമായി ഭവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് ആൻഡ് ടെസ്റ്റ് ഫോർ ഈ ചാപ്റ്റേഴ്സ്, അതായത് ഓരോ ടോപ്പിക്കിലും അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള കോണ്ടന്റും അതേപോലെ തന്നെ ആ വിഷയത്തിലുള്ള ടെസ്റ്റും അടങ്ങുന്നതാണ് നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാൻ, ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ആൻഡ് ഡിസീസസ് അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, സെൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തുണ്ടാവും, ആ ടോപ്പിക്കിൻ്റെ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ടെസ്റ്റും ഓരോ വിഷയത്തിലും ഉണ്ടാവും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പറഞ്ഞ റെക്കോർഡഡ് വീഡിയോസും അതേപോലെ തന്നെ ടെസ്റ്റുകളും ഉണ്ടാവും. ടെസ്റ്റുകൾ ഈ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ അത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കൂടി നമ്മൾ പറയാണ്. ടോപ്പിക് വൈസ് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണിത്. മാറ്റ് അല്ലെ, മെന്റൽ എബിലിറ്റിയിൽ ഈ പറഞ്ഞ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഡയറക്ഷൻ സെൻസ്, ബ്ലഡ് റിലേഷൻസ്, വെൻ ഡയഗ്രാം, അനാലജി, ഇങ്ങനെയുള്ള പൊതുവായി NMMSൽ ചോദിക്കുന്ന മാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ആയിട്ട് ടോപ്പിക് വൈസ് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ടെസ്റ്റുകളും ഉണ്ടാവും. ഓക്കെ, ഇനി സോഷ്യൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്സ് ഓഫ് എർത്ത്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഇങ്ങനെയുള്ള സോഷ്യലിൽ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡഡ് വീഡിയോ ആയിട്ടും അതേപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റുകളായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, ട്രയാങ്കിൾസ്, ഈക്വൽ ട്രയാങ്കിൾസ്, റൈറ്റ് ട്രയാങ്കിൾസ്, അതേപോലെ തന്നെ സ്ക്വയർ ഐഡന്റിറ്റീസ്, ജിയോമെട്രി, ഇങ്ങനെയുള്ള മാത്സിൽ NMMSൽ വരുന്ന എല്ലാ ടോപ്പിക്സും ടോപ്പിക് വൈസ് തന്നെ കവർ ചെയ്യുകയും അതിൻ്റെ എല്ലാ ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. പിന്നെ സയൻസിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെ ഓരോന്നായി ഡിവൈഡ് ചെയ്ത് ആ ഓരോ ഭാഗത്തും നമുക്ക് എന്തുണ്ട്, കൃത്യമായ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സ്ട്രക്ചർഡ് ആയിട്ട് ഈ ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നു, ഓരോന്നിൻ്റെയും ടെസ്റ്റുകൾ എഴുതുന്നു. ആ രൂപത്തിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ വളരെ സീരിയസ് ആയി NMMSന്റെ എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെ നമുക്കറിയാം, നഷ്വ നമ്മുടെ സ്റ്റുഡൻ്റാണ്, എക്സാം വൈയുടെ സ്റ്റുഡൻ്റാണ്. അതിനു മുമ്പുള്ള ദാനിഷ് അൻവർ, ഇങ്ങനെയുള്ള കേരളത്തിലെ തന്നെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു നഷ്വ, കേരളത്തിലെ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ദാനിഷ് അൻവർ. അങ്ങനെയുള്ള ടോപ്പേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാം വൈയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വളരെ സ്ട്രക്ചർഡ് ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്ന ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ നഷ്വയെ പോലെ ദാനിഷിനെ പോലെയൊക്കെ നിങ്ങൾക്കാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ടോപ്പ് 1 റാങ്ക് നിങ്ങൾക്കാവാൻ പറ്റും.
പക്ഷേ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ സ്ട്രക്ചർഡായി ഇത് ഫോളോ ചെയ്യുക. ഇത് ഭയങ്കരമായ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അല്ലേ. ഒരു ദിവസം വളരെ ചുരുങ്ങിയ ഭാഗം മാത്രമേ നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവുള്ളൂ. അതിൻ്റെ ടെസ്റ്റ് എഴുതുക എന്നുള്ളത് ഒരു 10 മിനിറ്റ് പോലും ആവശ്യമുള്ളൊരു കാര്യമായിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം മാത്രം ഇപ്പോഴേ ഇട്ട് തുടങ്ങിയാൽ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ ഉണ്ടാവും, റിവിഷൻ ലൈവുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അങ്ങനെയുള്ള കൃത്യമായ ഒരു സ്ട്രക്ചർഡ് ആയിട്ട് രൂപത്തിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അത്രയും കൃത്യമായി ഈ ഒരു കാര്യത്തെ ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് 10 ഫുൾ മോക്ക് ടെസ്റ്റുകളാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ NMMS എഴുതുന്നതിന് മുമ്പ്, NMMSന്റെ ആ ദിവസം പോയി നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് 10 പ്രാവശ്യം നിങ്ങൾ NMMS എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, 10 പ്രാവശ്യം നിങ്ങൾ NMMSന്റെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ആ രൂപത്തിലാണ് നമ്മൾ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ രൂപവും നിങ്ങൾ എന്ത് ചെയ്യുന്നു, പരിശീലിച്ചിട്ടാണ് നിങ്ങൾ NMMSന്റെ ഫൈനൽ എക്സാമിന് പോകുന്നതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ 10 എണ്ണമാണ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ഓഫ്ലൈനായി നിങ്ങൾക്ക് NMMSനൊക്കെ പോയി എഴുതുന്നത് പോലെ തന്നെ അതേ എക്സ്പീരിയൻസിൽ എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പരീക്ഷാ ഹാളിലേക്ക് പോയി ആ OMR ഒക്കെ മാർക്ക് ചെയ്ത് അങ്ങനെ പഠിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു പ്രയാസമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ മോക്ക് ടെസ്റ്റിലൊക്കെ അതൊക്കെ തീർത്തിട്ട് ശരിക്കുള്ള NMMS എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇടണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 11-നാണ് നമ്മൾ ഓറിയൻറ്റേഷൻ സെഷൻ വെക്കുന്നത്. ജൂലൈ 6 മുതൽ തന്നെ പതിയെ നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങും. ജൂലൈ 11-ന് നമ്മൾ എന്ത് ചെയ്യും, ഒഫീഷ്യലി അത് കംപ്ലീറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കംപ്ലീറ്റ് സ്ട്രക്ചർഡ് ആയിട്ടുള്ള കോഴ്സ് തുടങ്ങുന്നതാണ്. ജൂലൈ 6 മുതൽ തന്നെ ക്ലാസ്സുകൾ പതിയെ അവൈലബിൾ ആവും. ജൂലൈ 11 മുതൽ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ലോഞ്ചോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് പരമാവധി പറ്റുന്ന ആളുകൾ എല്ലാവരും അതിൽ അഡ്മിഷൻ എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ കാണാനുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഒരു നോട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ റിവിഷൻ നോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളി സ്ട്രക്ചർഡ് ആയിട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് ഷെഡ്യൂൾ മാത്രം. ഇങ്ങനെ ഫുൾ NMMS എക്സാമിൻ്റെ ഡേ വരെയുള്ള ഷെഡ്യൂൾ നമ്മളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു ഫസ്റ്റ് വീക്ക് ഷെഡ്യൂൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ, എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് എന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് ഷെഡ്യൂൾ കാണിക്കുകയാണ്. അപ്പോൾ ജൂലൈ 6-ന് മാറ്റിൻ്റെ നമ്പർ സീരീസ്, ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ജൂലൈ 7-നാണെങ്കിൽ ഫിസിക്സിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അതിൻ്റെ ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ജൂലൈ 8-നാണെങ്കിൽ മാറ്റിൻ്റെ ആൽഫബറ്റ് സീരീസ്, ജൂലൈ 9th മാത്സിൻ്റെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്, ജൂലൈ 10ന് സോഷ്യൽ സയൻസിൻ്റെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ. ഇങ്ങനെയുള്ള ഓരോ ദിവസവും അതിൻ്റെ പിന്നെ അത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, അതിന് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജൂലൈ 11ന് ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഇതുപോലെ റെക്കോർഡ് സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ലൈവ് ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും. ആ രൂപത്തിലാണ് നമ്മുടെ ഓരോ വീക്കിലെയും ഷെഡ്യൂൾ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും ഷെഡ്യൂൾഡ് ആയിട്ടാണ് നമ്മുടെ ഒരു കോഴ്സ് പോകുന്നത്. നിങ്ങളുടെ അടുത്ത് കുറേ വീഡിയോസ് വന്നിട്ട് നിങ്ങളങ്ങ് കണ്ടോളൂ എന്ന് പറയല്ല, കൃത്യമായി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും നിങ്ങളുടെ NMMS എഴുതുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം. നമുക്ക് വളരെ സീരിയസ് ആയി NMMSനോട് പ്രിപ്പയർ ചെയ്യാം, നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കണം. നമ്മുടെ പാരൻസിനെയൊക്കെ പ്രൗഡാക്കുന്ന രൂപത്തിലുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഈ കോഴ്സ് ഫീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി സ്ട്രക്ചർഡ് ആണ്. നിങ്ങൾക്ക് വേണ്ട പിന്നെ മെൻറ്ററിങ്ങും അല്ലെങ്കിൽ കൃത്യമായ മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സാണ്. അപ്പോൾ 1499 ആണ് ഒരു സ്റ്റുഡൻറ്റിന് ഈ മൊത്തം കോഴ്സ് NMMS എക്സാം വരെയുള്ള നമ്മുടെ ഈ ഒരു സപ്പോർട്ടിന് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇനി ഒരുമിച്ച് സ്കൂളുകളിൽ ഒരു 50 കുട്ടികളിലധികം ഉള്ള ഒരു സ്കൂളിന് ടോട്ടലി അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50+ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് 749 പെർ സ്റ്റുഡൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം സ്കൂളിൽ ഒരു 50+ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 749 വരുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ ഉണ്ടാവുക. അപ്പോൾ സ്കൂൾ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസിനും കൂടി അങ്ങനെ അവൈലബിൾ ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ സ്കൂൾ അതോറിറ്റീസോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആളുകളോ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ആ രൂപത്തിൽ അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എക്സാം വൈയുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് അല്ലേ, നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. കാരണം അവർ ഓൾറെഡി ഫൗണ്ടേഷൻ പിന്നെ അത് പേ ചെയ്ത്
ആ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്തവരാണ് അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു NMMSന്റെ കോഴ്സ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി സ്ട്രക്ചർഡായി അത്രയും സീരിയസ് ആയി ഇതിനെ കാണുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റിലും അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം, ഈ പ്രാവശ്യത്തെ NMMS അത് ഇപ്പം തന്നെ തീരുമാനിക്കുക. അവസാന ദിവസമോ അല്ലെങ്കിൽ അവസാന ആഴ്ചകളിലേക്കോ അല്ല നമ്മൾ എനിക്ക് നല്ല റിസൾട്ട് വേണം എന്നുള്ള തീരുമാനത്തേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇറ്റ് വിൽ ബി ടു ലേറ്റ് അല്ലേ. അത്രയും ലേറ്റ് ആയിട്ടുണ്ടാകും, നമുക്ക് ഒന്നും കാര്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇപ്പോഴേ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഗ്രാജ്വലി നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ പഠിച്ചു പോയാൽ അത് ഇടയ്ക്ക് റിവൈസ് ചെയ്യുന്നു, വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള അവസാനത്തേക്കൊക്കെ ആകുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു മാരത്തോൺ ലൈവും മാരത്തോൺ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഈ ഒരു NMMSന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ രൂപത്തിൽ ഇതിനെ കാണുന്ന ആളുകൾ, ആ രൂപത്തിൽ കാണുന്ന പാരൻസും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഈ NMMS ജേണിയുടെ ഭാഗമാകാവുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ ഒരു NMMSന് വേണ്ടിയുള്ള കംപ്ലീറ്റ്ലി സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.